ഈ പുഴയും കടന്നിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വിശാലും ഫ്രണ്ട്സും റോഡരികിൽ വണ്ടി നിർത്തി സിഗരറ്റ് പുകച്ചോണ്ടിരിക്കുക. ഹർഷൻ മിലന് നേരെ സിഗരറ്റ് നീട്ടുമ്പോഴേക്കും അളിയ സേഫ് ആണല്ലോ അല്ലേ എന്ന് മിലനും ചോദിക്കുന്നുണ്ട്. പിന്നല്ലാതെ നീ വാങ്ങിച്ചോ അളിയാന്ന് വിശാൽ പറയേ മിലൻ സിഗരറ്റ് വാങ്ങി വലിക്കാൻ തുടങ്ങുക. ഡാ, പരസ്യമായിട്ട് ചെയ്ത ഒരു ക്രൈമും ക്രൈമല്ല. ദേ, ഇപ്പൊ ആരെങ്കിലും കണ്ടാ എന്താ പറയാ, ജയപാലന്റെ മോൻ അവിടെ നിന്ന് സിഗരറ്റ് വലിക്കുന്നു. അതിനിപ്പോ ആർക്കാ കുഴപ്പം? ഒരു 500 രൂപ പെറ്റിയടിക്കേണ്ട കാര്യം അത്രയേ ഉള്ളൂ എന്ന് വിശാൽ പറയുന്നത് കേൾക്കെ, എടാ അപ്പൊ മറ്റേ കേസ് നീ പരസ്യമായി ചെയ്തിരുന്നെങ്കിൽ അതും ക്രൈം ആകുമായിരുന്നോ എന്ന് ഹർഷനും ചോദിക്കുക. ഏത് കേസ് എന്ന് വിശാൽ ചോദിക്കേ, യമുനേനെ നമ്മൾ തട്ടിക്കൊണ്ടു പോയതേ എന്നവൻ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കാസിനോവയ്ക്ക് അല്പം ക്ഷീണമുണ്ടാക്കിയ കേസ് തന്നെയാ അത്. കാര്യങ്ങളൊക്കെ കോളേജ് മുഴുവൻ അറിഞ്ഞു. എന്തായാലും യമുന ചെയ്തത് ക്രൈം അല്ല. പോലീസുകാരടക്കമുള്ളവർ നോക്കി നിൽക്കുമ്പോൾ പരസ്യമായിട്ടല്ലേ അവൾ ഇവന്റെ ചെവിക്കുറ്റി അടിച്ചു പൊട്ടിച്ചത് എന്ന് മിലൻ പറഞ്ഞു തരുമ്പോഴേക്കും റോഡിലൂടെ സ്കൂട്ടി ഓടിച്ചു വരുന്ന യമുന അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു. വിശാൽ അവളെ കണ്ട് നോക്കി നിൽക്കുമ്പോഴേക്കും യമുന അവരെ മൈൻഡ് ചെയ്യാതെ സ്കൂട്ടി ഓടിച്ചു പോവുകയാണ്. വിശാലും ഫ്രണ്ട്സിനോടായി ചോദിക്കുന്നുണ്ട്, നീയൊക്കെ എന്താ പറഞ്ഞത്? അവൾ എനിക്ക് ക്ഷീണമുണ്ടാക്കിയെന്നോ? അതെ, ക്ഷീണം ശരിക്കും ആർക്കാ ഉണ്ടാവാൻ പോകുന്നതെന്ന് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം, വാടാ എന്ന് വിളിച്ച് വണ്ടിയെടുത്ത് പോകുമ്പോഴേക്കും അവന്റെ ഫ്രണ്ട്സും വണ്ടിയെടുത്ത് അവന്റെ പുറകെ പോവുകയാണ്. നിളയെ സ്കൂളിൽ അയക്കാൻ ഇറങ്ങിയതാണ് കാവേരി. ചേച്ചി ബസ് സ്റ്റോപ്പ് വരെ വരണമെന്നൊന്നുമില്ല, എന്നെ കുറുക്കരൊന്നും പിടിച്ചുകൊണ്ട് പോവില്ലല്ലോ എന്ന് നിള ചോദിക്കുന്നുണ്ട്. ഇനി എങ്ങാനും പിടിച്ചോണ്ട് പോയാലോ എന്ന് കാവേരി ചോദിക്കേ, അതിനല്ലേ കാരാട്ടെ എന്ന് നിളയും. പഠിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ, അതുവരെ ഞാൻ കൂടെ വരാം. അമ്മ കാരാട്ടെ ക്ലാസ്സിന് ചേരാനുള്ള കാശ് തന്നില്ലേ എന്ന് കാവേരി ചോദിക്കേ, തന്നു എന്ന് നിളയും. അപ്പൊ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആയ സ്ഥിതിക്ക് ഇനി ഉഷാറായിട്ട് പഠിച്ചോണം. കരാട്ടയും വ്ളോഗും ഒക്കെ മാത്രം പോരാ, എക്സാമിന് നല്ല മാർക്കും വേണം എന്ന് കാവേരി ഓർമ്മിപ്പിക്കേ, അതൊക്കെ ഞാൻ പൊളിക്കില്ലേ എന്ന് നിളയും. പിന്നെ ചേച്ചി ചെറിയൊരു അപ്പീലും കൂടിയുണ്ട് എന്ന് നിള പറയേ, പറഞ്ഞോ എന്ന് കാവേരി. സ്കൂളിൽ നിന്ന് അടുത്ത മാസം ട്രിവാൻഡ്രത്തോട്ട് ഒരു ടൂർ പോകുന്നുണ്ട്, അതിനുള്ള ഫണ്ടും കൂടി എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിച്ച് തരണം. അമ്മേനോട് പറഞ്ഞ എന്തായാലും സാങ്ഷൻ കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാ എന്ന് നിള പറയുന്നത് കേൾക്കേ, അല്ല തിരുവനന്തപുരത്ത് എന്താ ഇത്ര കാണാനുള്ളത് എന്ന് കാവേരിയും ചോദിക്കുക. അവിടെ സൂ ഉണ്ട്, മ്യൂസിയം ഉണ്ട്, കടലുണ്ട്, എയർപോർട്ട് ഉണ്ട്, വിഴിഞ്ഞത്ത് പോയ കപ്പലും കാണാം. സിറ്റിയിലല്ലേ ചേച്ചി എല്ലാം ഉള്ളത്. അവിടെയുള്ള കുട്ടികൾ എത്ര ലക്കിയാ, ലീവ് ഉള്ള ദിവസം അവർക്ക് പാർക്കിലും ബീച്ചിലും ഒക്കെ പോവാം എന്നവൾ സങ്കടത്തോടെ പറയുന്നത് കേൾക്കെ, ആ പിന്നെ സിറ്റിയിലുള്ള കുട്ടികൾ എയ്റോപ്ലെയിനിൽ പോയിട്ട് കപ്പലിലാണോ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് എന്ന് കാവേരി ചോദിക്കുമ്പോഴേക്കും അവർ ബസ് സ്റ്റോപ്പിൽ എത്തിയിരുന്നു. അപ്പോഴാണ് അവിടെ തന്റെ അനീഷ മിസ് നിൽക്കുന്നത് നിള കാണുന്നത്. ദേ അനീഷ മിസ് എന്ന് പറഞ്ഞവൾ ഓടിച്ചെന്ന് മിസ്സിനെ ചേർത്ത് പിടിച്ച് ഗുഡ് മോർണിംഗ് മിസ്സേ എന്ന് പറയുന്നത് കാണേ കാവേരിയും, എടി മിസ്സിന്റെ സാരി ചീത്തയാക്കല്ലേ എന്ന് വഴക്ക് പറയുകയാ. അതൊന്നും സാരമില്ല, ഇവള് ഞങ്ങളുടെ സ്വന്തം കാന്താരിയല്ലേ എന്ന് മിസ്സും ഒന്ന് പറഞ്ഞു കൊടുക്കണം മിസ്സേ, വീട്ടിലുള്ളവർക്ക് എന്റെ വില അറിയില്ല എന്ന് നില പറയേ, ഒന്ന് നോക്കിക്കോണം മിസ്സേ, ഈ ഇടയായിട്ട് കരാട്ടയിലും ടൂറിലും ഒക്കെയാ കോൺസെൻട്രേഷൻ എന്ന് കാവേരി പറയുന്നത് കേൾക്കെ, എന്ന് കരുതി നിങ്ങളുടെ കുട്ടി പഠിത്തമൊന്നും ഉഴപ്പാൻ പോകുന്നില്ലെന്ന് ഞങ്ങൾക്കറിയില്ല. കരാട്ടെ ക്ലാസ്സിന് ചേരാൻ പറഞ്ഞത് ഞാനാ. പത്രവും ടിവിയും ഒക്കെ നോക്കിയാ എന്തൊക്കെ വാർത്തകളാ. പെൺകുട്ടികൾ ഡിഫൻസിനാണെങ്കിലും ഇതൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് മിസ് പറയേ, ശരിയാ മിസ്സേ എന്ന് കാവേരിയും. എന്നാ കാവേരി പൊക്കോ, ജീപ്പ് വരുമ്പോ ഞാൻ മോളെ കൂട്ടിക്കൊണ്ട് പൊക്കോളാം എന്ന് മിസ് പറയേ, എങ്കിൽ ശരി പോട്ടെ മോളെ എന്ന് പറഞ്ഞ് കാവേരി അവളുടെ ബാഗ് കൊടുക്കുമ്പോഴേക്കും, ചേച്ചി ടൂറിന്റെ കാര്യം എന്ന് നില ഓർമ്മിപ്പിക്കുന്നു. അമ്മയുടെ അടുത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ഞാൻ നടത്തുന്നുണ്ട്, അത് പക്ഷേ മിഡ് ടേം എക്സാമില് നിന്റെ പെർഫോമൻസ് കൂടി അനുസരിച്ചിരിക്കും എന്ന് കാവേരി ഓർമ്മിപ്പിക്കുന്നത് കണ്ട മിസ്സും, അതിലൊന്നും ടെൻഷൻ വേണ്ട, ഫസ്റ്റ് റാങ്ക് അവൾ ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല എന്ന് സന്തോഷത്തോടെ പറയുകയാ. അപ്പൊ ശരി ഞാൻ പോയിട്ട് വരാം, ബൈ എന്ന് പറഞ്ഞ് കാവേരി അവിടെ നിന്ന് നടന്നു നീങ്ങുകയാ. അവിടെ വിശാലും കൂട്ടരും അപ്പോഴേക്കും യമുനയെ ചേസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. നടന്നു നീങ്ങാൻ തുടങ്ങുന്ന കാവേരിയെ വീണ്ടും നിള വിളിച്ച്, കാവേരി ചേച്ചി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അവളുടെ അരികിലേക്ക് ഓടി ചെല്ലുകയാണ്. എന്താ മോളെ എന്ന് കാവേരി ചോദിക്കേ, ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് കാവേരി ചേച്ചിയെ തന്റെ അരികിലേക്ക് വിളിച്ച് അവൾ ഒരു ഉമ്മ കൊടുക്കുക. കാവേരിയും അവളുടെ കവിളത്തൊരു ഉമ്മ കൊടുക്കുമ്പോഴേക്കും താങ്ക്സ് ചേച്ചി എന്ന് നിളയും. എന്തിനെന്ന് കാവേരി ചോദിക്കേ, കരാട്ടെ ക്ലാസിന്റെ കാര്യത്തിന് നല്ല കട്ടയ്ക്ക് കൂടെ നിന്നതിന്, പിന്നെ ടൂറിന്റെ കാര്യത്തിനും സപ്പോർട്ട് ചെയ്തതിന്, എബോവ് ഓൾ എന്റെ ചേച്ചി ആയതിന് എന്നവൾ പറയുന്നത് കേൾക്കെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട്, ശരി ശരി വരവ് വെച്ചിരിക്കുന്നു എന്ന് പറയേ ബൈ പറഞ്ഞ് നിളയും നടന്നു നീങ്ങുകയാണ്. അതിനിടയിൽ നിള ഒന്നുകൂടി തിരിഞ്ഞു നോക്കുമ്പോൾ കാവേരി ചേച്ചിയും തിരിഞ്ഞു നിന്ന് അവൾക്ക് കൈവീശി ബൈ പറയുകയാണ്. വിശാലും കൂട്ടരും ചേസ് ചെയ്യുന്നത് കണ്ട് പേടിയോടെ വണ്ടി ഓടിക്കുക യമുനയും. യമുനെ എന്ന് വിശാൽ വിളിക്കേ, ഡാ കൊച്ചു പേടിച്ചെന്ന് തോന്നുന്നു എന്ന് ഹർഷനും വിളിച്ച് പറയുന്നു. പേടിയോ ഇവൾക്കോ? അങ്ങനെയാണെങ്കിലേ അങ്ങ് മാർത്താണ്ഡത്ത് വെച്ച് വേണമായിരുന്നു ഇവൾക്ക് പേടി എന്ന് വിശാലും പരിഹസിക്കുന്നുണ്ട്. യമുനെ നമ്മൾ ഉള്ളതാണ് പ്രശ്നമെങ്കിൽ നമ്മൾ മാറിത്തരാം എന്നവന്റെ ഫ്രണ്ട്സും പരിഹാസ ചിരിയോടെ വിളിച്ചു പറയുകയാണ്.
അവളുടെ പിറകെ കൂകി വിളിച്ചും ബഹളമുണ്ടാക്കി പരിഹസിച്ചുമൊക്കെ അവർ വണ്ടി ഓടിച്ചു പോവുകയാണ്. പേടിയോടെ വണ്ടി ഓടിക്കുകയാണ് യമുനയും. എടോ താനെന്തിനോട് പേടിക്കുന്നേ, ഞാനില്ലേ കൂടെ എന്നവളുടെ ഓടുന്ന സ്കൂട്ടിയിൽ ചവിട്ടിക്കൊണ്ട് വിശാൽ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സിനിമയ്ക്കൊക്കെ പോയിട്ട് വാ, ഞങ്ങൾ ആരോടും പറയില്ല. വിശാലെ കൊണ്ടുപോടാ ഇവളെ എന്നവന്റെ ഫ്രണ്ട്സും വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ അവൾ പരിഭ്രമത്തോടെ വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിലാണ് ഓപ്പോസിറ്റ് വരുന്ന ആളെ കണ്ട് ആശ്വാസത്തോടെ വണ്ടി നിർത്തുന്നത്. അവനെ കണ്ട് പരിഭ്രമത്തോടെ വണ്ടി നിർത്തിയ വിശാലും ഫ്രണ്ട്സും. അപ്പോഴേക്കും നിവിൻ തന്റെ വണ്ടി നിർത്തി അങ്ങോട്ട് നടന്നു വന്ന് തന്റെ ഒരു കൈ യമുനയുടെ കൈക്ക് മുകളിൽ വെച്ച് വിശാലിന്റെ വണ്ടിയിൽ ചാട്ടി അവന് ദേഷ്യത്തോടെ നോക്കി നിൽപ്പ. ദേഷ്യത്തോടെയുള്ള അവന്റെ നോട്ടം കണ്ട് വണ്ടി വിട് പോവാമെന്ന് വിശാലിന്റെ ഒരു ഫ്രണ്ട് പറയുമ്പോഴേക്കും മറ്റവൻ പെട്ടെന്ന് വണ്ടി ഓടിച്ചു പോവുകയാണ്. എന്താടാ വിശാലെ ഒരു റോഡ് ഷോ എന്ന് നിവിൻ ചോദിക്കേ. അതിനെന്താ ഇപ്പൊ കുഴപ്പം? നിവിനേട്ടാ ചേട്ടന്റെ പാട്ടിന് പോയേ എന്ന് വിശാൽ പറയുന്നു. ഞാൻ എന്റെ പാട്ടിന് പോണം. സൈലൻസർ എടുത്ത് മാറ്റിയ നിന്റെ ബൈക്കിന്റെ ശബ്ദമേ 6 പഞ്ചായത്തിനപ്പുറത്ത് നിന്ന് കേൾക്കാം. അതും പോരാഞ്ഞ് നീ ഈ പെങ്കൊച്ചിന്റെ സ്കൂട്ടിയിൽ കാലം വെച്ചേ വരത്തുള്ളൂ. എന്തൊരു ന്യായടാ ഇത് എന്ന് നിവിൻ ചോദിക്കേ. നിവിനേട്ടൻ ഇപ്പൊ ആരെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായ അപ്പോഴേ എവിടെന്നോ ചാടി വീഴാണല്ലോ എന്ന് വിശാൽ ചോദിക്കുന്നവൾക്ക് യമുനയും സന്തോഷത്തോടെ പുഞ്ചിരിക്കുകയാ. അല്ല നിവിനേട്ടന്റെ ആരാ ഇവള് എന്ന് വിശാൽ ചോദിക്കുന്നവൾക്ക് നിവിൻ അവന്റെ ഷർട്ടിന്റെ കോളറിനിട്ട് പിടിച്ചുകൊണ്ട് കൈയൊങ്ങിക്കൊണ്ട് ഒരെണ്ണം അങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ നീ താങ്ങില്ല. ഇളകി കിടക്കുന്ന നട്ടും ബോൾട്ടുമെല്ലാം ഒരു വിധത്തിലൊക്കെ ശരിയാക്കിയതല്ലേ ഉള്ളൂ നിന്റെ അച്ഛൻ. ഇനിയും നാട്ടുകാരുടെ കൈക്ക് പണിയുണ്ടാക്കിയിട്ട് എന്തിനാടാ മെഡിക്കൽ ഷോപ്പിലും വർഗീസ് വൈദ്യർക്കുമൊക്കെ പോയി കാശ് കൊടുക്കുന്നത് എന്ന് വിശാലിനോടായി ചോദിച്ച് യമുനയെ നോക്കി. പിന്നെ ഇവൾ എനിക്ക് ആരാണെന്നുള്ളതൊക്കെ ഇവൾക്ക് നന്നായി അറിയാം. അതെ നിന്റെ അടുത്ത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്ന് നിവിനും വിശാലും പറയുന്നുണ്ട്. നിവിനേട്ടൻ എന്റെ കസിനാ. എന്റെ ഒപ്പം നിവിനേട്ടൻ നിൽക്കേണ്ടതെന്ന്. നിന്റെ കൂടെ എന്തിനാടാ ഞാൻ നിൽക്കുന്നത്? അല്ല പെണ്ണുങ്ങളെ പറഞ്ഞു മയക്കിയിട്ട് എങ്ങോട്ടെങ്കിലും കൂട്ടിക്കൊണ്ടു പോവാനോ? അവിടെ ഇട്ട് അവരെ ഉപദ്രവിച്ചിട്ട് നീയൊരു വലിയ സംഭവമാണെന്ന് ബോധ്യപ്പെടുത്താനോ? അതോ ഇതേപോലെ റോഡിൽ കൂടി മര്യാദയ്ക്ക് പോകുന്ന പെമ്പിള്ളെ പേടിപ്പിച്ച് വീരനായകനാവാനോ? ആദ്യം നീ ആണുങ്ങൾക്ക് ചേർന്ന എന്തേലും പ്രവൃത്തി ചെയ്ത് കാണിക്കേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കാം നിന്റെ കൂടെ നിൽക്കണമെന്ന്. പെണ്ണുങ്ങളെ അപമാനിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നവനല്ലടാ ആണ്. അവരെ ആശ്വസിപ്പിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്നവരാ. ഇതുകൊണ്ടൊക്കെ ആരെങ്കിലും ശ്രദ്ധിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെയാ. ദേ നിന്റെ അച്ഛനെ പോലെ നിന്നെയും എല്ലാവരും വെറുക്കും എന്ന് ഓർമ്മിപ്പിച്ച് വീണ്ടും അവന്റെ കോളറിനിട്ട് പിടിച്ചുകൊണ്ട് ഡാ ഇനി ഈ കുട്ടിയുടെ പിന്നാലെ നിന്റെ നിഴലെങ്കിലും കണ്ടാ അറിയാലോ നിനക്കെന്നെ. നിന്റെ ബൈക്കിൽ വലിഞ്ഞു കയറാനുള്ള ആരോഗ്യം കൂടി ബാക്കി വെക്കില്ല ഞാൻ. എടുത്തോണ്ട് പോടാ നിന്റെ പാട്ട വണ്ടി എന്ന് നിവിൻ താക്കിയതോടെ പറയാ. ദേഷ്യത്തോടെ യമുനയെയും നിവിനെയും മാറി മാറി നോക്കി വിശാൽ തന്റെ വണ്ടിയും എടുത്ത് അവിടുന്ന് പോവുകയാണ്. പരിഭ്രമത്തോടെ നിൽക്കുന്ന യമുനയോടായി യമുന ഓക്കെ അല്ലേ എന്ന് നിവിൻ ചോദിക്കുന്നുണ്ട്. അതെ എന്ന് അവൾ പറയേ. നിങ്ങൾ കോളേജിലെ ഒരു ക്ലാസ്സിലല്ലേ? അവനെ കൊണ്ട് എപ്പോഴും ഉണ്ടോ ഈ ശല്യമെന്ന് നിവിൻ ചോദിക്കുക. അന്നത്തെ സംഭവത്തിനു ശേഷം പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെതാ ഇപ്പോഴാണെന്ന് യമുനയും. അല്ല എന്റെ നമ്പർ ഉണ്ടായിരുന്നില്ലേ? അവന്മാരെ പിന്നാലെ വന്നപ്പോഴേ വിളിക്കായിരുന്നില്ലേ എന്ന് നിവിൻ ചോദിക്കേ. അപ്പോഴത്തെ ടെൻഷനിൽ ഞാൻ ഓർത്തില്ല നിവിനേട്ടാ എന്ന് യമുന. ഇതൊക്കെ ഓർക്കണം. ദേ ഇനി എന്തേലും പ്രശ്നമുണ്ടായാ എന്നെ വിളിച്ചാൽ മതി, എവിടെ വെച്ചാണേലും. അല്ല എന്നും ബസ്സിലാണല്ലോ കോളേജിൽ പോകുന്നത്, ഇന്നെന്താ സ്കൂട്ടറില് എന്ന് നിവിൻ ചോദിക്കേ. എന്നും കാവേരി ചേച്ചിയാ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടുന്നത്. ഇന്നിപ്പോ ചേച്ചി എഴുന്നേൽക്കാൻ താമസിച്ചത് കൊണ്ടാ ഞാൻ ഇങ്ങ് പോകുന്നത് എന്നവൾ പറയുന്നതുകൾക്ക് എന്തുപറ്റി കാവേരിക്ക്? എന്തേലും വയ്യായികയുണ്ടോ എന്ന് ടെൻഷനോടെ നിവിനും ചോദിക്കുന്നു. ഇന്നലെ ഉറങ്ങാൻ താമസിച്ചതുകൊണ്ടാണെന്ന് യമുന പറയേ. എങ്കിൽ ശരിയെന്ന് പറഞ്ഞ് നിവിൻ തന്റെ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് അപ്പുറത്ത് മാറി നിന്ന് ഒളിഞ്ഞു നോക്കുന്ന ഹർഷനെയും മിലനെയും കാണുന്നത്. നിവൻ അവരെ സംശയത്തോടെ നോക്കി നിൽക്കുന്നത് കണ്ട് അവരും പരിഭ്രമത്തോടെ ഓടുകയും കാര്യം പന്തിയല്ലെന്ന് മനസ്സിലാക്കി നിവിനും യമുനയുടെ അരികിലേക്ക് ചെന്നു. അല്ല യമുന കുറെ പേടിക്കുകയും ടെൻഷൻ അടിക്കുകയും ഒക്കെ ചെയ്തില്ലേ, അതുകൊണ്ട് ഇനിയിപ്പോ വണ്ടി എടുക്കണ്ട, ഞാൻ കോളേജിൽ ഡ്രോപ്പ് ചെയ്യാം എന്നവൻ പറയുന്നതുകൾക്ക് ഉള്ളിൽ സന്തോഷമുണ്ടെങ്കിലും അല്ല അപ്പൊ എന്റെ വണ്ടി എന്ന് യമുന ചോദിക്കുന്നുണ്ട്. വണ്ടിയൊക്കെ ഞാൻ എത്തിച്ചോളാം, യമുന വാ എന്ന് പറഞ്ഞ് നിവിൻ വിളിക്കുക. യമുന സന്തോഷത്തോടെ അത് സമ്മതിച്ച് അവന്റെ പുറകെ വണ്ടി കയറുകയും അവന്റെ തോളത്ത് കൈവച്ച് അവനെ പ്രണയത്തോടെ ഒരു നിമിഷം നോക്കുകയാ അവൾ. പിന്നീട് നിവിനുമൊത്തുള്ള യാത്രയിൽ അവനെ പുറകിലൂടെ ചുറ്റി വരിഞ്ഞ് തോളത്ത് തലവെച്ച് കിടന്ന് അവനുമൊത്തുള്ള സ്നേഹ നിമിഷങ്ങളെല്ലാം ഓർത്തെടുക്കുക യമുന. വിശാലിന്റെ പിടിയിലകപ്പെട്ട തനിക്ക് നേരെ അവൻ കുപ്പിവെള്ളം നീട്ടിയതും തനിക്കായി ഒരു സാരി ഗിഫ്റ്റായി നൽകിയതുമെല്ലാം അവൾ പ്രണയത്തോടെ ഓർത്തെടുക്കുക. അവളുടെ കോളേജിന് മുന്നിലെത്തി അവൻ വണ്ടി നിർത്തിയിട്ടും യമുന സ്ഥലകാല ബോധമില്ലാതെ അവന്റെ തോളത്ത് തലവിം വെച്ച് കിടപ്പ. കോളേജ് എത്തിയിട്ടും ഇറങ്ങാതിരിക്കുന്ന യമുനയെ ശ്രദ്ധിച്ച് നിവിനും യമുന എന്ന് വിളിക്കേ. യമുന പതിയെ അവന്റെ തോളത്തു നിന്നും മുഖമെടുത്ത് നോക്കുകയാ. എന്തുപറ്റി, ഉറങ്ങിപ്പോയോ എന്ന് നിവിൻ ചോദിക്കുന്നുണ്ട്. പ്രണയത്തോടെ അവനെ നോക്കി ചിരിച്ചിരിക്കുകയായിരുന്ന യമുനയോടായി ദേ കോളേജ് എത്തി എന്നവൻ ഓർമ്മിപ്പിക്കുന്നു. ഇത്ര പെട്ടെന്നോ എന്നവൾ പരിഭവത്തോടെ പറയുന്നത്. എന്നെ ഇറങ്ങിക്കോ എന്ന് നിവിനും. അപ്പൊ ശരിയെന്ന് പറഞ്ഞ് നിവിൻ പോവാൻ തുടങ്ങുമ്പോഴേക്കും നിവിനേട്ടാ ഒരു മിനിറ്റ്, ഇന്ന് ഞങ്ങളുടെ കോളേജ് ഡേയാ, എനിക്ക് ഒരു മൊമെന്റ് ഒക്കെ കിട്ടും, ഈ വർഷം ഞാൻ ആ കല തിലകം എന്നവൾ പറയുന്നതുകൾക്ക് സന്തോഷത്തോടെ ആഹാ റിയലി കൺഗ്രാസ് യമുന എന്നവൻ വിഷ് ചെയ്യുകയാ.
യമുനയും സന്തോഷത്തോടുകൂടി പിന്നെ വേറൊന്നുകൂടിയുണ്ട്, പറഞ്ഞ എന്നെ കളിയാക്കില്ലല്ലോ അല്ലേ എന്ന് യമുന ചോദിക്കേ. ഇല്ല, താൻ ധൈര്യമായിട്ട് പറഞ്ഞു എന്ന് നിവിനും. അത് എന്റെ ഒരു പോയം റെസിറ്റേഷൻ ഉണ്ട്, ഫംഗ്ഷൻ സ്പെഷ്യൽ പ്രോഗ്രാമാ എന്ന് യമുന പറയുന്നത് കേൾക്കെ. അടിപൊളി, ഇയാൾ മൊത്തത്തിൽ അങ്ങ് സ്കോർ ചെയ്യുകയാണല്ലോ എന്ന് നിവിൻ പറയുന്നത് കേൾക്കെ. താങ്ക്സ് എന്ന് സന്തോഷത്തോടു കൂടി പറയുകയാണ് യമുന. അല്ല, എന്റെ കവിത ഏതാണെന്ന് ചോദിച്ചില്ലല്ലോ നിവിനേട്ട എന്ന് യമുന ചോദിക്കേ. അല്ല, ഏതാ കവിത എന്ന് നിവിനും. സുഗതകുമാരിയുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല. ഒരു വൃന്ദാവനത്തിൽ തന്നെ ഒറ്റയ്ക്കാക്കി മധുരയ്ക്ക് പോകുന്ന കൃഷ്ണനോട് രാധ പറയാതെ പറയുന്ന വിരഹ ദുഃഖം എന്ന് യമുന പറയുന്നുണ്ടെങ്കിലും നിവിൻ അതിലൊന്നും താല്പര്യമില്ലാത്ത പോലെ ഇരിക്കുകയാണ്. അത് ശ്രദ്ധിച്ച് യമുനയും ഈ നിവിനേട്ടൻ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കേ. എങ്ങനെയെന്ന് നിവിനും. എല്ലാം അങ്ങോട്ട് ചോദിച്ച് പറയിപ്പിക്കണം എന്നവൾ പരിഭവത്തോടെ പറയേ. അത് എനിക്ക് ഈ കവിതയിലൊന്നും അത്ര പിടിയില്ല, അതുകൊണ്ടായിരുന്നു നിവിനും. എനിക്കും കവിതയൊന്നും വലിയ ഇഷ്ടമല്ലായിരുന്നു, ഇതെന്തുകൊണ്ടോ മനസ്സിൽ കയറി ഉടക്കി. പറയാത്ത പ്രണയത്തിന്റെ നൊമ്പരം എന്ന് യമുന പറയേ. അല്ല, പ്രോഗ്രാമൊക്കെ ഉള്ളതല്ലേ, യമുന ചെല്ലെന്ന് നിവിനും. അല്ല, നിവിനേട്ട് വരുന്നുണ്ടോ എന്ന് യമുന ചോദിക്കേ. എവിടെയെന്ന് നിവിനും. പ്രോഗ്രാം കാണാൻ എന്നവൾ ചോദിക്കേ. അതിന് പുറത്തുള്ളവർക്ക് കോളേജിലേക്ക് എൻട്രി ഉണ്ടോ എന്ന് നിവിനും ചോദിക്കുക. അതിന് നിവിനേട്ടൻ ഔട്ട്സൈഡർ അല്ലല്ലോ, എന്റെ ഗാർഡിയൻ എന്റെ എന്ന് യമുന. ബഹുമതി വരവ് വെച്ചിരിക്കുന്നു, പക്ഷെ ഇപ്പൊ സമയമില്ല, പിന്നെ കാണാം എന്ന് പറഞ്ഞവൻ തന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവാൻ തുടങ്ങുമ്പോഴേക്കും യമുന വീണ്ടും വിളിച്ചു നിർത്തുകയാണ്. നിവിനേട്ടാ, ഈ സാരി എങ്ങനെയുണ്ട് നിവിനേട്ടാ എന്നവൾ ചോദിക്കേ. അവനും വിഷമത്തോടെ, ഞാൻ ആദ്യം കണ്ടപ്പോഴേ അതാ ശ്രദ്ധിച്ചത് എന്ന് പറയേ. ഇഷ്ടപ്പെട്ടോ എന്ന് യമുനയും ചോദിക്കുക. ഉവ്വെന്നവൻ പറയേ. എന്നിട്ടെന്താ ഇതുവരെ ഒന്നും പറയാതിരുന്നെന്ന് യമുനയും. അവനും സങ്കടത്തോടെ പറയുന്നുണ്ട്, കൈമാറുന്നത് ഹൃദയമാവുമ്പോ അത് മറ്റൊരാൾക്ക് കൊടുക്കാനുള്ളതല്ല, കാത്തു സൂക്ഷിക്കണം, കണ്ണിലെ കൃഷ്ണമണി പോലെ. പോട്ടെ എന്ന് പറഞ്ഞവൻ ടെൻഷനോടെ യാത്ര പറയുകയാ. അവൻ പോകുന്നത് പുഞ്ചിരിയോടെ ഒരു നിമിഷം നോക്കി നിന്ന് യമുനയും കോളേജിലേക്ക് നടക്കുകയാണ്. പിന്നീട് യമുനയുടെ മനസ്സ് മുഴുവൻ നിവിനായിരുന്നു. ക്ലാസ് എടുക്കുന്ന സാറിനെ പോലും നിവിനായി കണ്ട് അവൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സാറിന്റെ കയ്യിൽ നിന്ന് അവൾക്ക് വഴക്കു കേൾക്കുന്നതും നിവിനും താനും ഒരുമിച്ച് കോളേജ് ബെഞ്ചിൽ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നതുമെല്ലാം പ്രണയത്തോടെ മനസ്സിലോർത്ത് അവൾ കോളേജിലെ കോറിഡോറിലൂടെ നടന്നു നീങ്ങുമ്പോഴേക്കും ഓപ്പോസിറ്റായി വന്ന ഫ്രണ്ടിനെ പോലും അവൾ കാണുന്നില്ലായിരുന്നു. ഒരു സ്വപ്ന ലോകത്ത് അവൾ നടന്നു നീങ്ങുന്നത് ശ്രദ്ധിച്ച് അവളുടെ ഫ്രണ്ടും യമുന എന്ന് വിളിച്ച് അവളുടെ മുന്നിൽ കയറി നിൽക്കുകയാണ്. എന്തു പറ്റി നിനക്ക് എന്നവൾ ചോദിക്കുന്നതുകൾക്ക് അമ്പരപ്പോടെ നിൽക്കുന്ന യമുനയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. തന്റെ കടയിലെത്തിയ നിവിനോട് രാഗിണിയുമൊത്ത് ബൈക്കിൽ ചുറ്റി അടിച്ചതിനെ കുറിച്ച് വിനീത് ചോദ്യം ചെയ്യുന്നതും രാഗിണിയുമായുള്ള തന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് നിവിൻ വിനീതിനോട് പറയുന്നതും ഇനിയും പ്രേമത്തിന്റെ കഥ പറഞ്ഞ് കാവേരിയുടെ പിന്നാലെ പോയാൽ കൊല്ലാനും മടിക്കില്ലെന്ന് വിനീത് അവനെ ഭീഷണിപ്പെടുത്തുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.